Hi guys, welcome back to my channel. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ പറ്റിയിട്ടാണ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഒരുപാട് പേര് പല കാരണങ്ങളാൽ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ഡയറ്റ് പ്ലാൻ എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഈ പറയുന്ന ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഇപ്പോൾ ലോകത്ത് തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. സോ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെ ടൈപ്പ് ഫുഡാണ് ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും ഫുഡി ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വേൾഡിൽ തന്നെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ഡയറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പല കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. മെയിൻലി എല്ലാവരും ഫോളോ ചെയ്യുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത്. എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ, ഇതിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ നമ്മൾ കഴിക്കുന്ന സമയം വളരെ കുറവും ഫാസ്റ്റിങ്ങിനുള്ള സമയം വളരെ കൂടുതലുമാണ്. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ചിലപ്പോൾ നമ്മൾ 1 നേരമോ അല്ലെങ്കിൽ 2 നേരമോ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. ഏതെങ്കിലും ഒരു മീൽ അല്ലെങ്കിൽ 2 മീൽ നമ്മൾ സ്കിപ്പ് ചെയ്യും. അതിന് പല ടൈം പീരീഡ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയം കുറച്ചിട്ട് ഫാസ്റ്റിങ്ങിനുള്ള സമയം കൂട്ടുകയാണ് ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വഴി. അതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡയറ്റ് പ്ലാനിൽ നമുക്ക് പ്രത്യേകം ഫുഡ് ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ, ഇന്നതേ കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു സംഭവമില്ല. നമുക്കെല്ലാം കഴിക്കാം. ഇതിൽ മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് ടൈമാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റിംഗ് ടൈമാണ് ഇതിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡയറ്റ് പ്ലാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ പല ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ഉണ്ട്. ആൾക്കാർ മെയിൻലി ഫോളോ ചെയ്യുന്ന ഫാസ്റ്റിംഗ് 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 24 hours, അതായത് 24 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക. ഇത് തന്നെ ചില ഫാസ്റ്റിംഗ് ഒക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ 3 പ്രാവശ്യം ഫോളോ ചെയ്യുക. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ തന്നെ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണിക്കൂറോളം നമ്മൾ ശരിക്കും നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അല്ലാതെ നമ്മൾ ഫോളോ ചെയ്യുന്നത് 3 നേരം ഭക്ഷണം കഴിക്കുന്നു. ഡിന്നർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ നമ്മളൊന്നും കഴിക്കുന്നില്ല. അതായത് നമ്മൾ ഏകദേശം ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറോളം നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഓക്കെ, 7 to 8 hours നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. അതൊരു ഫാസ്റ്റിംഗ് ആണ് ആക്ച്വലി. അപ്പം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സംഭവമാണ് ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ പല ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ഉണ്ട്. പോപ്പുലർ ആയിട്ടുള്ളത് 2-3 എണ്ണമാണ്. അതിൽ ആദ്യത്തെ ഒന്ന് പറയുന്നത് 16 to 8 hour ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ 16 to 8 മെത്തേഡ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഏകദേശം 8 മണിക്കൂർ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. ബാക്കിയുള്ള 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളതിൽ സ്കിപ്പ് ചെയ്യും. നമ്മൾ തലേ ദിവസം ഡിന്നർ കഴിച്ച ശേഷം നമ്മൾ രാവിലെ എണീറ്റിട്ട് ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യും. ലഞ്ച് തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. സോ ഏകദേശം നമ്മൾ ഒരു 16 മണിക്കൂർ നമ്മൾ ഇതിൽ ഫാസ്റ്റ് ചെയ്യുകയാണ്. ബാക്കിയുള്ള 8 മണിക്കൂർ ലഞ്ചും ഡിന്നറും മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. അപ്പോൾ കഴിക്കുന്ന സമയം വളരെ ചുരുക്കമാണ്. സോ അതുകൊണ്ടാണ് 16 to 8 മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത് പല ആൾക്കാരും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ കുറേ പേര് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ്. ഈ ഒരു ഈറ്റ് സ്റ്റോപ്പ് ഈറ്റിൽ ഏകദേശം 24 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് രാത്രിത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്യാണ്. ഇന്ന് രാത്രിത്തെ ഭക്ഷണം ഡിന്നർ നമ്മൾ കഴിച്ചില്ല. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കുന്നത് പിറ്റേ ദിവസം രാത്രിത്തെ ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ 24 hours നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കും. ഇതാണ് ഈ പറയുന്ന ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിത് ഡെയിലി ഫോളോ ചെയ്യില്ല. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ മിക്ക ആൾക്കാരും ഇത് ഫോളോ ചെയ്യാറുള്ളൂ. കാരണം 24 hours ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ലേ, അതുകൊണ്ട്. ഓക്കെ,
പിന്നെ വരുന്നത് 5:2 ഡയറ്റ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ 7 ദിവസത്തിൽ 2 ദിവസം നമ്മൾ ഏകദേശം ആകെ കഴിക്കുന്നത് 500-600 കാലോറി മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. ഇത് ആഴ്ചയിൽ നമ്മൾ 2 ദിവസം മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ബാക്കിയുള്ള 5 ദിവസം നമ്മൾ നോർമൽ ഫുഡ് കഴിക്കും. ബാക്കിയുള്ള ഈ ഒരു ആഴ്ചയിൽ 7 ദിവസമല്ലേ, അപ്പം ആ ഒരു 2 ദിവസം നമ്മൾ മാക്സിമം 500 അല്ലെങ്കിൽ ഒരു 600 കലോറി മാത്രമേ നമ്മൾ അതിന് വരുന്ന ആ കലോറിയിൽ വരുന്ന ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഇതല്ലാതെ നമ്മൾ അറിയാതെ സ്പിരിച്വലി നമ്മൾ പല ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ആക്ച്വലി നമ്മുടെ ലൈഫിലുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏകാദശി വ്രതം എടുക്കുന്നത് അതൊരു ഫാസ്റ്റിംഗ് ആണ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. നോമ്പ് നമ്മൾ 1 മാസം നോമ്പ് എടുക്കുന്നത് അതൊരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. നമ്മൾ ക്രിസ്മസിന് 1 മാസം നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് അതൊരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ 5:2 മെത്തേഡാണ് മിക്ക ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. അതായത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, അതായത് കലോറി ഇൻടേക്ക് കുറവാണല്ലോ. ആകെ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം 500-600 കലോറി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ഇൻടേക്കുള്ളൂ, ഫുഡ് ഇൻടേക്കുള്ളൂ. അപ്പം വെയിറ്റ് ലോസിന് പല ആൾക്കാരും ഫോളോ ചെയ്യും. പിന്നെ മിക്ക ആൾക്കാരും ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന 16 to 8 hour ഡയറ്റ് പ്ലാൻ ആണ്. ഡയറ്റ് പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല, അതൊരു മെത്തേഡാണ്. 16 to 8 hour മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ 8 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുക, 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ഇനി ഇതിൽ പക്ഷേ ലിക്വിഡ്സ് ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് വെള്ളം, ഭക്ഷണം മാത്രമേ നമുക്ക് ഇതിൽ എക്സ്ക്ലൂഡഡ് ഉള്ളൂ. വെള്ളം ഇതിൽ ഈ ഒരു ഫാസ്റ്റിങ്ങിൽ, ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലേ പെടില്ല. വെള്ളം, ചായ, കാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെടില്ല. ബാക്കി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നമ്മൾ സാധാരണ കഴിക്കുന്ന മെയിൻ ഫുഡ് എല്ലാം പെടും. ഓക്കെ, ഇനി ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വഴി മെയിൻലി ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് വെയിറ്റ് ലോസ് തന്നെയാണ്. പ്രത്യേകിച്ച് ബെല്ലി ഫാറ്റ് കുറയും. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ലല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ കഴിക്കുന്ന സമയം കുറച്ചിട്ട് നമ്മൾ ഫാസ്റ്റിങ്ങിനുള്ള സമയം കൂട്ടുകയാണ്. പക്ഷേ അപ്പോൾ നമുക്ക് വേറെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമ്മളെല്ലാം കഴിക്കുന്നുണ്ട്. കലോറി റെസ്ട്രിക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ബെല്ലി ഫാറ്റ് കുറയ്ക്കും എന്നാണ് പറയുന്നത്. അതേമാതിരി ഇൻസുലിൻ ലെവൽ കുറയ്ക്കും, ഇൻഫ്ലമേഷൻ കുറയ്ക്കും, ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, ബ്രെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ഇതിൻ്റെയൊക്കെ സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആനിമൽസിലാണ് അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അതേമാതിരി ക്യാൻസറിന് ഹെൽപ്പ് ചെയ്യും. ഈവൻ ആൻറ്റി ഏജിങ്, നമ്മൾ ഏജിങ് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഇപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൂവൻ അല്ല, പക്ഷേ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നത് മാത്രം. ഓക്കെ, ഇനി ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ കുറേ നേരം ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും, വീക്ക് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ചിലപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് അന്നത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഗ്നൻ്റ് ആവാൻ നോക്കുന്നവർ, പ്രഗ്നൻ്റ് ആയവർ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ, ഡയബറ്റീസ് ഉള്ളവർ, ബ്ലഡ് പ്രഷർ ഉള്ളവർ, എല്ലാം അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ദയവ് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക, ഡോക്ടറോട് ചോദിക്കുക. ഓക്കെ, ആരായാലും എന്ത് അസുഖമുള്ളവരായാലും പ്ലീസ് കൺസൾട്ട്. ഇതൊരു ഇൻഫർമേഷണൽ വീഡിയോ മാത്രമാണ്. സോ ഇത് ചെറിയൊരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്താണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലിക്വിഡ്സ് എന്ത് വേണമെങ്കിലും കഴിക്കാം. ലിക്വിഡ്സ് എന്ത് വേണമെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞത് വെള്ളം കുടിക്കാം, ചായ, കാപ്പി അതൊക്കെ കഴിക്കാം. മെയിൻ ഫുഡിനാണ് അവർ മെയിൻലി ഫാസ്റ്റിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.